ഇന്നോട്ട് നമ്മുടെ ഒരു യാത്ര ആരംഭിക്കുക കേട്ടോ. എവിടേക്കാന്നുള്ളത് ഇതാ നമ്മുടെ പിള്ളേര് റെഡിയായി നിൽക്കുന്നുണ്ട്. അവരോട് ചോദിച്ചിട്ട് തുടങ്ങാം. ഹലോ, ഓൾ സെറ്റ്? എവിടേക്കാണെന്ന് പോകുന്നത്? നോ, ഗോവയിലേക്കല്ല. അതെ, ഗോവയിലേക്കാണ്. പക്ഷെ ശരിക്ക് നമ്മള് പോണത് ഗോവ വഴി നാട്ടിലേക്കാട്ടോ. അപ്പോൾ പിള്ളേരുടെ വെക്കേഷനൊക്കെ ആയി നമ്മള് നാട്ടിൽ പോവാണ്. നമ്മള് ഗോവ വഴിയാണ് പോണത്. ഗോവയ്ക്ക് കുറച്ച് ടിക്കറ്റ് ചീപ്പായി കിട്ടി. അപ്പോൾ ഗോവയിലൊരു 4-5 ദിവസം താമസിച്ച് അവിടുന്ന് പതുക്കെ നാട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചു. എന്താണെങ്കിലും ഇൻട്രോ വലിച്ചു കിട്ടണില്ല, കുറച്ച് ലെങ്തി ആവും ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ദാ എല്ലാവരും സെറ്റായി നിൽക്കുകയാണ്. ദാ പിള്ളേരുടെ അടുത്ത് 3 ആൾക്കും അവരുടെ 3 പെട്ടികളുണ്ട്, ചെറിയ പെട്ടികള്. അത് പോരാനായിട്ട് നമ്മുടെ ദാ ഈ 3 വലിയ പെട്ടികളുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കൂടെ നിന്ന് യാത്രക്കുള്ളത്. ഇറങ്ങല്ലേ എന്നാ? നമ്മുടെ കാറ് പുറത്തു വന്നിട്ടുണ്ട്. ഡോർ തുറന്നോളോ. അപ്പൊ ദാ നമ്മുടെ പെട്ടിയും സാധനങ്ങളൊക്കെ ഇവിടെ കയറ്റി. വലിയ വണ്ടി തന്നെ വേണം കേട്ടാ, നാട്ടിലെത്തുമ്പോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പിള്ളേരൊക്കെ വണ്ടി കയറി. ഓൾ സെറ്റ്? വിടാം. 3 ആളും 4 ആളും എന്താ അവിടെ നിരന്നിരിക്കണ്ട കേട്ടാ. ഡോയ് എന്തായാലും പറയണ്ട. എല്ലാരും എക്സൈറ്റഡ്? 2 വർഷമല്ല, 1.5 വർഷം. അതെ, 1.5-2 കഷ്ടി 2 വർഷമായിട്ടാ നമ്മളെ നാട്ടിൽ പോയിട്ട്. അത് കാരണം എല്ലാവരും അതിന്റെ സന്തോഷത്തിലാണ്. 1-2 പ്രാവശ്യം ബോംബെ പോയില്ലേ എന്റെ ഇടയില്? 1 പ്രാവശ്യം ബോംബെ പോയി. അങ്ങനെ എന്താണെങ്കിലും സമയം ഇപ്പോൾ 6 മണിയായിട്ടാണല്ലോ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ ദാ വിജനമായി കിടക്കുകയാണ്. നേരം വെളുത്തു വരുന്നല്ലേ ഉള്ളൂ. തിരക്കൊന്നും ഇല്ലാത്ത കാരണം ഉണ്ടല്ലോ, രാവിലെ റോഡൊക്കെ കാലിയായിരുന്നു. നമ്മള് 15 മിനിറ്റിന്റെ ഉള്ള എയർപോർട്ടിൽ എത്തിയിട്ടാ. അല്ലേ, വളരെ പെട്ടെന്ന് എത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അത് കാരണം കൂടുതലൊന്നും കാണിക്കണില്ല. എന്താ പറഞ്ഞ എയർപോർട്ടിലേക്ക് അതെ, ഒരു മാറ്റങ്ങളും ഇല്ല. എനിക്ക് തോന്നുന്നു അത്യാവശ്യം തിരക്കുണ്ട് തോന്നുന്നു എയർപോർട്ടിലേക്ക്. കണ്ട ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട്. എയർപോർട്ട് എത്തിയപ്പോ അത്യാവശ്യം തിരക്കാണുണ്ട്. എല്ലാവരും ഈ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് പോകാനുള്ള തിരക്കില്ലാന്ന് തോന്നുന്നു. നമ്മളെ എയർപോർട്ടിൽ ഇറക്കി വിട്ട് നമ്മുടെ വണ്ടി പോയിട്ടോ. അച്ചോടെ ഇരിക്കാൻ പറ്റില്ല പൊന്നോ, എനിക്കോ? അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം എന്താ നമ്മൾ വീണ്ടും മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഇനി ചെക്ക് ഇൻ ചെയ്യണം. അത് കഴിഞ്ഞ് ഇമിഗ്രേഷൻ ഉണ്ട്. അതൊരു ചടങ്ങാണ്. എത്ര കിലോ ബാഗേജ് ഉള്ളത് നമുക്ക്? 79 കിലോ ബാഗ് ഉണ്ട് കേട്ടോ. നമുക്ക് അലൗഡ് വെയിറ്റ് 100 കിലോ ആണ്. പക്ഷെ ഒരു ബാഗ് 20 കിലോ പാടുള്ളൂ. ഇതിലിപ്പോ ഒരു ബാഗ് 29ഉം 25 കിലോ ഒക്കെ വീതം ഉള്ളത്. അതിനി എന്തെങ്കിലും ചടങ്ങാവോന്നുള്ളതാണ് അടുത്ത പ്രശ്നം. എയർപോർട്ടിൽ നല്ല തിരക്കുണ്ട് കേട്ടാ. ഒരു പൂരത്തിനുള്ള ആളുണ്ട് കേട്ടാ, കണ്ടില്ല തിരക്ക്. അങ്ങനെ ചെക്കിനും പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടാ. ബാഗേജ് കറക്റ്റ് ആയിരുന്നില്ല. അതെ, നമ്മളെ 78 പറഞ്ഞു. 78 തന്നെ ഉണ്ട് കറക്റ്റ് തൂക്കിയത്. നമുക്ക് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി. അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ടോ, ഇപ്പോഴും മുടിഞ്ഞ തിരക്കാണ്. അപ്പോൾ ഇനി അടുത്തത് ഇമിഗ്രേഷൻ അല്ലേ? ഇമിഗ്രേഷന് നല്ല തിരക്കാവൂട്ടാ. പക്ഷെ സമയമുണ്ട് ഇഷ്ടമാതിരി. 7 മണി 9:30 ഫ്ലൈറ്റ്. ഞാൻ ആദ്യം 9 മണിക്കാന്ന് പറഞ്ഞു തോന്നണു. 9:30 ഫ്ലൈറ്റ്. പിന്നെ നല്ല വിശപ്പിന്റെ വിളിയുണ്ട് കേട്ടാ. വിശക്കുണ്ടോ? അച്ഛേ വിശക്കുണ്ടോ? നല്ല വിശപ്പുണ്ട്. രാവിലെ എനിക്ക് പോന്നല്ലേ, അപ്പൊ എന്തായാലും കഴിക്കാൻ വേണം. എല്ലാ പരിപാടികളും കഴിഞ്ഞു. ചെക്ക് ഇൻ, ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു. സെക്യൂരിറ്റിക്ക് ആകെ ഒരു ഇതുണ്ട്. പിള്ളേർ എന്തൊക്കെ അതല്ലേ ഉള്ളൂ. അതൊന്നും കുഴപ്പമുണ്ടായില്ല. സെക്യൂരിറ്റി ഒക്കെ ഓക്കെ ആയിരുന്നു. നമ്മളിപ്പോൾ വിഭ്രംഭിച്ച് കിടക്കുന്ന മസ്കറ്റ് എയർപോർട്ടിന്റെ എന്താ പറയാ ഡ്യൂട്ടി പേഡിൽ എത്തിയിരിക്കട്ടോ. നമ്മൾ കുറച്ച് സാധനങ്ങൾ ഓൺലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മസ്കറ്റ് എയർപോർട്ടിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് സാധനങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്നെ ഓൺലൈൻ ഓർഡർ ചെയ്യാം. അപ്പോൾ ആ സാധനം ഇപ്പൊ അവിടെ നിന്ന് കളക്ട് ചെയ്യണം. ഇതിന്റെ ഇടയിൽ അച്ഛന് എന്തോ പറയണമെന്ന് ഭയങ്കര ആഗ്രഹം. എന്താ പറയാ? അതെ, നമ്മൾ ഡ്യൂട്ടി പേഡിൽ കേറി. അച്ചു ഭാവി വ്ളോഗറാണ്. അച്ഛന് പറയണമെന്നൊരാഗ്രഹം. അപ്പൊ നമ്മൾ എന്താ നമ്മുടെ സാധനം വാങ്ങാൻ നടക്കുകയാണ് കേട്ടോ.
അതിപ്പോ എവിടെന്നാ വാങ്ങണ്ടെന്ന് അറിയില്ല. ഏതെങ്കിലും ഒരു കൗണ്ടർ പോണം. ആ പറ. അത് ഡമ്മി മണിയാ, നോട്ട് റിയൽ മണി. നമ്മുടെ മസ്കറ്റ് എയർപോർട്ടിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വലിയ ഓപ്ഷനുകളൊന്നും ഇല്ല കേട്ടോ. ആ കൂടി 3 റെസ്റ്റോറൻറ്റുകളോ. ഒന്ന് ഈ സ്പൈസി കിച്ചൺ, ഒന്ന് KFC, ഒന്ന് ഈ മെക്ഡൊണാൾഡ്സ്. ഇത് മാത്രമേ ഉള്ളൂ. നമ്മളിത് അവിടെ നിന്ന് മെക്ഡൊണാൾഡ്സിൽ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് വാങ്ങട്ടെ. നമ്മളൊരു മൂല പിടിച്ചിവിടെ ഇരുന്നു കേട്ടാ. ഇതാണ് നമ്മൾ വാങ്ങിയ ഭക്ഷണം. കൊണന്ന് വെച്ചതേ ഓർമ്മയുള്ളൂ. ഞോഞ്ഞൊക്കെ പിടുത്തം തുടങ്ങി. എന്താ ഞോഞ്ഞ്, വിശപ്പുണ്ടാ? എല്ലാവർക്കും നല്ല വിശപ്പായിട്ടാ. എടുക്ക. ഈ പറയണ 2 ബർഗർ, 2 റാപ്പ്, 2 റാപ്പ്, 1 ബർഗർ, പിന്നെ അത് അവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഈ സംഭവത്തിനെല്ലാം കൂടിയിട്ടുണ്ടല്ലോ എത്ര 11 റിയാലായി. എയർപോർട്ടിൽ മുടിഞ്ഞ വിലയാ. ഒരു രക്ഷയില്ല. ഒരു ഓഫറും ഇല്ല, ഒന്നുമില്ല. അവര് ബാക്കിയുള്ളടത്ത് ലാഭിക്കണം. അല്ല, ബാക്കിയുള്ളടത്ത് ഓഫർ കൊടുക്കണത് ഇവിടെ അവര് ലാഭിക്കാന്ന് തോന്നുന്നു. നമുക്ക് വേറെ ഓപ്ഷനും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ കൂടി ഇതിന്റെ ഉള്ളിലുള്ളത് 3 റെസ്റ്റോറന്റ് ആണ്, വേറെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ എന്താ, പിന്നെ കോഫി ഷോപ്പുകള്. കോഫി ഷോപ്പുകളും. അപ്പൊ ഇത് കഴിച്ചിട്ട് വരാം നീ. അപ്പൊ നമ്മള് ഫ്ലൈറ്റും കണ്ട് ഇരുന്ന് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. ഒരുപാട് ഫ്ലൈറ്റുകൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ. പക്ഷെ എല്ലാം ഒമാൻ എയർ മാത്രമേ ഉള്ളൂ. 3-4 ഒമാൻ എയർ ഇവിടെ ഉണ്ട്. പിന്നെ അതാ ഒരു ഒമാൻ എയർ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ ഏതൊരു മറ്റേ എന്ത് ഫ്ലൈറ്റ് അതിന് പറയാ, കാർഗോ ഫ്ലൈറ്റ് ഉണ്ട്. അങ്ങനെ പറയാം. ഏത് റെഡ് ഫ്ലൈറ്റ്? ഓ, അതിന്റെ ഇടയിൽ ഒരു എയർ ഇന്ത്യ എക്സ്പ്രസ് ഉണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ലേ ഇത്? അല്ല. അതിന്റെ ഇടയിൽ ഏതൊരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട് കേട്ടാ. ഏതാണാവോ അത്? റയാൻ എയറാ, അറിയില്ല. കുറച്ച് കണ്ടു പോയി നോക്കാം. നോക്കാൻ പോവാ. ഫിക്സോ എന്താണെങ്കിലും ആ എയറും കിടക്കണ്ട അവിടെ. പിന്നെ നമുക്ക് അവിടെ ഒരു ഗൾഫ് എയർ ടേക്ക് ഓഫ് ചെയ്യാൻ പോണത് കാണാം, ബഹ്റിനിലേക്ക്. ഏത് കുപ്പിടാ? ഞോഞ്ഞൊക്കെ ഇപ്പൊ അതാ ബ്യൂട്ടി സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി അലഞ്ഞിരിഞ്ഞ കിടക്കേട്ടാ. കാലം പോയപ്പോ ഓക്കെ. ഞോഞ്ഞതാ ലിപ്സ്റ്റിക്ക് പരീക്ഷിക്കണു, അത് പരീക്ഷിക്കണു, ഇത് പരീക്ഷിക്കണു, എന്തൊക്കെയോ പരീക്ഷിക്കണ്ട്. കള്ളിന് ഇഷ്ടംമാതിരി ഓഫറുകൾ ഉണ്ട് കേട്ടോ അവിടെ. എല്ലാം buy 2 get 1 ഫ്രീ ആണ്. കണ്ടില്ലേ? ഇവിടെ തൊട്ട് ഈ തെറ്റം തൊട്ട് ആ തെറ്റം വരെ നമ്മുടെ കള്ള് ഷോപ്പ് തന്നെയാണ്. ബ്രാൻഡഡ് പെർഫ്യൂമുകൾ പരീക്ഷിക്കാനുള്ള ബെസ്റ്റ് സ്ഥലമാട്ടോ എയർപോർട്ട്. ഇഷ്ടംമാതിരി ബ്രാൻഡഡ് പെർഫ്യൂംസ് ഉണ്ടാവും. എല്ലാം നമ്മൾ വെച്ച് താങ്ങാണ്. എല്ലാത്തിന്റെയും സാമ്പിൾ എടുത്ത് അടിക്കുകയാണ്. എല്ലാവരും എല്ലാ പരിപാടികളും കഴിഞ്ഞില്ലേ? ഇനി എന്താ ഈ മെന്റമ്മ കാണാം നിർബന്ധ? അവിടെ മെന്റമ്മ തന്നെ ഉണ്ടാവില്ലേ? ഓക്കെ ചലോ. ഇതെന്താ? ലിക്വർ ചോക്ലേറ്റ്. അതന്നെ, കള്ള ചോക്ലേറ്റ്, ലിക്വർ ചോക്ലേറ്റ്. കണ്ടില്ലേ? ഇത് എത്ര? 12 ബോട്ടിൽ കേട്ടാ. 12 ബോട്ടിൽ ലിക്വിഡ്, 12 ചോക്ലേറ്റ് പീസസ്. അടിപൊളി. എല്ലാ ബ്രാൻഡുകളും ഉണ്ടല്ലേ? തകർത്തു. നമ്മള് ഡ്യൂട്ടി പെയ്ഡുന്ന സാധനം വാങ്ങിയതിന്റെ കൂടെ ഒരു 4 സ്ക്രാച്ച് ആൻഡ് വിൻ കാർഡ് വാങ്ങിട്ടാ. അതായത് ഈ സ്ക്രാച്ച് ചെയ്ത് നമുക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ കൊടുത്ത സാധനം വാങ്ങിയതിന്റെ പൈസ നമുക്ക് തിരിച്ചു കിട്ടും. എല്ലാരും ഭാഗ്യം പരീക്ഷിച്ച്. ഞോഞ്ഞിക്ക് വല്ലതും കിട്ടിയാ? ഞോഞ്ഞ ആഞ്ഞ. അപ്പൊ ഞോഞ്ഞടെ പോയി. അടുത്ത ആൾക്ക് കൊടുക്ക. നാളെ ഇതാണ്. അപ്പൊ പിന്നെ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. അച്ഛനോടൊക്കെ അച്ഛൻ പെട്ടെന്ന് അച്ഛന് പതുക്കെ അത് പൊട്ടിക്കല്ലേ. ഓ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. കഴിഞ്ഞു. നേസിക്കോടൊക്കെ മതി. അത്ര മതി. അത് ഞാൻ ചെയ്യണോ? വേണ്ട, ചെയ്യേ. ലാസ്റ്റ് ആണ് എസി അത് കിട്ടണേന്നാ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. അപ്പൊ 2 റിയാല് പോയി. പറ്റിക്കാനല്ല, 2 റിയാല് പോയി. അത്ര തന്നെ ഉള്ളു. പോവാ. അപ്പൊ ഇനി നമുക്ക് ഓൺലൈൻ ഓർഡർ ചെയ്ത സാധനം എടുക്കണം. അതിതാ നമുക്കിവിടെ മസ്കറ്റ് ഡ്യൂട്ടി പെയ്ഡ് കസ്റ്റമർ സർവീസ് ഡെസ്ക് ഉണ്ട് കേട്ടോ. അവിടെ പോയി നമ്മുടെ ഓർഡർ നമ്പർ പറഞ്ഞു കൊടുത്താൽ അവര് നമുക്ക് നമ്മുടെ സാധനം എടുത്തു തരും. വളരെ എളുപ്പമായൊരു സംഭവമാണത്. എല്ലാം നമുക്ക് വീട്ടിലിരുന്ന് തന്നെ സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യാം. അത് കഴിഞ്ഞ് ഇവിടെ ഒന്ന് വാങ്ങിയാൽ മതി. അപ്പം ഞാൻ സാധനം പോയി വാങ്ങട്ടെ. അങ്ങനെ നമ്മുടെ ഡ്യൂട്ടി പെയ്ഡിലെയും പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മളിനി
ഗേറ്റിനെ വെച്ച് ലക്ഷ്യം വെച്ച് നടക്കുകയാണ് കേട്ടോ. നമ്മുടെ ഏതാന്ന് പറഞ്ഞ B8 ആണ്. സമയമാണെങ്കിൽ 9 മണി ആവാറായി. 9:30ക്കാണ് ഡിപ്പാർച്ചർ. ഇപ്പോഴും നമ്മൾക്ക് ഏതെങ്കിലും ഒരു തെറ്റത്താണ് ഗേറ്റ് കിട്ടാറ്. ഇപ്രാവശ്യം പതിവിൽ നിന്ന് വിപരീതമായി ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇപ്രാവശ്യം ഒരു തെറ്റത്തല്ലേ? അല്ല, ഇപ്രാവശ്യം മിഡില്ലാന്ന് തോന്നുന്നു B8. ആ 4 കഴിഞ്ഞിട്ട് 8 ആന്ന് തോന്നുന്നു. ഒരുവിധം എല്ലാരും ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞു തോന്നണു. ഇതപ്പൊ ഈ കയറാൻ നിൽക്കുന്ന ആൾക്കാരാണല്ലോ തോന്നണു കേട്ടോ. ഇതാണ് നമ്മുടെ ഗേറ്റ് 8. അപ്പൊ നമ്മൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു എയർക്രാഫ്റ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അവസാനം ആകുമ്പോ എപ്പോഴും ഒരു ജഗപൊകയാണ് അല്ലേ? ഇനിയിപ്പോ അതപ്പോ അവിടെ നിന്ന് പറയണ്ട, ഈ നമ്മൾ കൊണ്ടുപോകണ ഈ ഹാൻഡ് ബാഗ്, ട്രോളി ബാഗ്, ഇത് നമുക്ക് ഹാൻഡ് ബാഗായി എടുക്കാൻ പറ്റില്ല. നമുക്ക് ബാഗേജിൽ കൊടുക്കേണ്ടി വരുന്നു. ഇനിയിപ്പോ അതിനൊരു അംഗം ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഫ്ലൈറ്റ് ആണിത്. ഇത് ബോയിങ് 787 ആണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടില്ലേ, ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ അകത്തേക്ക് കിടക്കുകയാണ്. ഐശ്വര്യമായിട്ട് കിടന്നോളൂ. അസ്സലാമലൈക്കും. ബിസിനസ് ക്ലാസ്സിലല്ല നമ്മൾ ബിസിനസ് ക്ലാസ്സിനെ താണ്ടി ഇതാട്ടോ ബിസിനസ് ക്ലാസ് സീറ്റിന് കുറച്ച് വീഴലിപ്പം കൂടുതലുണ്ടെന്നാണല്ലോ. നമ്മള് ഫസ്റ്റ് റോയിൽ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഫസ്റ്റ് റോ സീറ്റാണ്. നമ്മൾ ഈ ഫ്രണ്ട് റോയിൽ തന്നെ ഇരിക്കണാറുണ്ടല്ലോ. ഇഷ്ടംമാതിരി ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, അവിടെ വിൻഡോ സീറ്റ് ഒരെണ്ണം ഇവിടെ കിട്ടിയതാ. പിള്ളേര് ടിവിക്ക് വേണ്ടിട്ട് ഇവിടെ പിന്നിലത്തെ റോയിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ തൊട്ട് പിന്നിൽ തന്നെ കേറിയോട് കൂടി എന്താ പിള്ളേരവിടെ കയറുന്ന TV കളി തുടങ്ങിയിട്ടുണ്ട്. സമയം 9:39 കേട്ടോ. 9:30 ടേക്ക് ഓഫ്. ഇതപ്പം ഫ്ലൈറ്റ് പുഷ് ബാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. കറക്റ്റ് ടൈമിന് തന്നെയാണ് ടേക്ക് ഓഫ്. എന്താ ഞോഞ്ഞാണ് നിന്റെ അടുത്ത് ഇരിക്കുന്നത് കേട്ടോ. എല്ലാം മാറി മറിഞ്ഞു സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ. ഇതാ ബാക്കി 3 ആൾക്കാർ അവിടെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. അതെ TV ഉണ്ട് കേട്ടോ അവിടെ. ഇവിടെ TV ഇരിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ടേക്ക് ഓഫിന് ശേഷമാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്താണെങ്കിലും നമ്മുടെ റൺവേ ഒക്കെ ക്ലിയർ ആയി ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മളതാ റൺവേയിൽ കൂടെ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, താൽക്കാലികമായി നമുക്ക് മസ്കറ്റിനോടൊരു 39 ദിവസത്തിന് വിട. നമ്മൾ 39 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരിക. കണ്ടില്ലേ, ആ മുന്നിൽ കാണുന്നതാണ് കേട്ടോ നമ്മുടെ മസ്കറ്റ് എയർപോർട്ട്. ടേക്ക് ഓഫ് ചെയ്തോട്ടോ. അങ്ങനെ നമ്മൾ മസ്കറ്റിൽ നിന്നൊന്ന് പൊങ്ങിയിരിക്കുകയാണ്. കണ്ടില്ലേ, ഞോഞ്ഞിതവിടെ റീൽ എടുത്തോണ്ടിരിക്കണ്ട ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മസ്കറ്റ് എയർപോർട്ടിന്റെ ഒരു ഏരിയൽ വ്യൂ. ഈ കാണാണ് കേട്ടോ നമ്മുടെ മസ്കറ്റ്. കണ്ടില്ലേ, വെള്ള കെട്ടിടങ്ങൾ ഇങ്ങനെ നിരന്ന ചെറിയ കെട്ടിടങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ ഈ വലിയ ബിൽഡിങ്ങുകളും സംഭവങ്ങളൊന്നുമില്ല. കണ്ടില്ലേ, അപ്പൊ ഇനി ഒരു 3 മണിക്കൂറാണ് ഇവിടുന്ന് ഗോവയിലേക്കുള്ള സമയം. എന്താ നോർമൽ? മസ്കറ്റിൽ നിന്ന് നാട്ടിലേക്ക് 3.5 hours, ഗോവയ്ക്ക് 3 hours. അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അച്ഛൻ പതുക്കെ പിന്നെന്ന് ഇറങ്ങി എന്റെ അടുത്ത് വന്നിരിക്കണ്ട കേട്ടാ. TV തന്നെ ഇരുന്ന് TV കാണലാണ്. ഇതാ ഞോഞ്ഞു അവിടെ ഇരുന്ന് TV കാണുന്നു. 2 ആളും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് TV കാണുന്നുണ്ട്. ഞോഞ്ഞയുടെ ഭക്ഷണം ആദ്യം വന്നോട്ടാ. ഞോഞ്ഞിക്ക് മാത്രമേ ഭക്ഷണം കിട്ടിയിട്ടുള്ളൂ. അച്ഛക്ക് കിട്ടുന്ന TV തന്നെ കാണാണ്. ഞോഞ്ഞിക്കൊരു ചിക്കൻ ബിരിയാണിയാണ് കിട്ടിയിരിക്കുന്നത്. എങ്ങനെയാണ് ചിക്കൻ ബിരിയാണി? നല്ല ഉഗ്രാൻ ചിക്കൻ ബിരിയാണി. പിന്നെ എന്തോ വെജിറ്റബിളും ഉണ്ട് അതില്. പിന്നെ ഇവിടെ എന്തോ ഒരു മധുരണ്ട്. എന്താ ഈ സംഭവമാണാവോ? ഇതാണ് കോക്കനട്ടാന്ന് തോന്നുന്നു സംഭവം. ശരിക്കും നമ്മള് പിള്ളേർക്ക് റെഗുലർ മീൽസും എനിക്കും അവൾക്കും സീ ഫുഡാണ് കേട്ടാ പറഞ്ഞത്.
ഇപ്പണ്ടവര് വന്ന് പറയണു നമ്മള് അവരുടെ ലിസ്റ്റില് എന്താ പറയാ നമ്മുടെ സീ ഫുഡ് കാണിക്കണില്ല, പിന്നെ ഒരു സീ ഫുഡ് എക്സ്ട്രാ ഉള്ളത് നമുക്ക് കൊണ്ടുവന്ന് തരാന്ന്. എന്താ പറയാ നമ്മള് പ്രീ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 100% ഉറപ്പായിരുന്നു. ഇപ്പൊ അവരില്ലാന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താണെങ്കിലും അവര് ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്റെ സീ ഫുഡ് ഇതാ പോയി. നിനക്കില്ല? 2 സീ ഫുഡ് ഉണ്ട്. അവര് പറഞ്ഞ ലിസ്റ്റിലില്ലാന്ന്. ഒരെണ്ണം കൊണ്ടുവന്ന് തന്നു. ഇതിലെന്താ ഉള്ളത്? സാൽമണോ? നല്ല ഭക്ഷണമാണല്ലോ. നല്ല സാൽമൺ, പിന്നെന്താ ബ്രോക്കോളി, ക്യാരറ്റ്, പൊട്ടാറ്റോ. അതെ, പിന്നെ ഒരു ബ്രെഡും ബണ്ണും സംഭവങ്ങളൊക്കെ. ഇത് നല്ലതാവും ഫിഷ്. ഇത് ഒമാനേറിന്റെ സ്ഥിരം പ്രശ്നമാണ് കേട്ടോ. ഇപ്പൊ നമ്മള് സാധാരണ പോവാണെങ്കിലും നമ്മള് ഭക്ഷണം ഓർഡർ ചെയ്തില്ലെങ്കിലും അവര് കുറെ കഴിഞ്ഞിട്ട് വന്നിട്ട് പറയും നോൺ വെജ് മീൽ കഴിഞ്ഞു, നിങ്ങള് വെജിറ്റേറിയൻ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം പ്രീ ബുക്ക് ചെയ്ത സീ ഫുഡൊക്കെ പറഞ്ഞത്. അപ്പൊ ഇതിലും കാര്യം ഉണ്ടായില്ല. അച്ചു ചിക്കൻ ബിരിയാണി ഒക്കെ അടിച്ചോണ്ടിരിക്കണോ? അച്ചു ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടോ? ചിക്കൻ ബിരിയാണി കേട്ടോ നമുക്ക് ഇവിടെ. ചിക്കൻ ബിരിയാണി ഈ പറഞ്ഞ പോലെ ബ്രെഡ് സംഭവങ്ങളൊക്കെ തന്നെ. ഞോനിക്ക് ആ സംഭവം ഒന്നും കൂടിയും കൊടുത്തിട്ടുണ്ട്. പക്ഷെ നേരത്തെ ഞോനിക്ക് കൊടുന്നപ്പോ വേറെന്തോ സംഭവമായിരുന്നു. അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് കഴിച്ച് ഒരു സൈഡിലേക്ക് ആക്കട്ടെ കേട്ടോ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു എസി. ഇവിടേക്ക് എസി ഫ്രണ്ടിലേക്ക് എടുത്ത് എസി. സർപ്രൈസ് ആയിരുന്നാ? തനിക്കറിയായിരുന്ന കേൾക്കേണ്ടത്? എങ്ങനെ? ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, ഞാൻ ഞോഞ്ഞോട് വരെ ഞാൻ ഇപ്പളാ പറഞ്ഞത്. അച്ചോ സർപ്രൈസ്. തനിക്കറിയായിരുന്ന കേൾക്കേണ്ടത്? ഓരേ अच्छा किया. क्यों? अरे फ्लाइट में हल्ला नहीं बचा. I saw this. I said, "Chalo, let's go." नहीं, हाँ योर स्टूडेंट. वो बताने के लिए भूल गया. पहले फोटो, उसके बाद केक. हाँ पहले Video. Happy birthday to you. Happy birthday to you. Happy birthday, dear Esther. Happy birthday to you. അങ്ങനെ നമ്മൾ എസിയുടെ പിറന്നാൾ ആഘോഷിച്ചിരിക്കുകയാണ്. എസ്തർല ഹാപ്പിയാണോ? എസിയുടെ പിറന്നാള് ശരിക്കും നാളെയാണ് കേട്ടോ. പക്ഷെ നമ്മള് നാട്ടിൽ പോകുമ്പോഴൊക്കെ നമ്മള് എസിയുടെ പിറന്നാള് വെച്ച് നോക്കിയിട്ടാണ് നമ്മള് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാറ്. അതെ, നമ്മള് ശരിക്കും ഇന്നലെ മിനിഞ്ഞാൻ തൊട്ടിട്ട് നമ്മുടെ കുറെ ഫ്രണ്ട്സും ഇവരൊക്കെ ആയിട്ട് ഓൾറെഡി ആഘോഷം തുടങ്ങി കഴിഞ്ഞു. അതെ, നാളത്തോടു കൂടി എസിയുടെ കൊട്ടിക്കലാശാണ്. എസി കേക്ക് വിതരണം നടത്താൻ എസി എല്ലാവർക്കും കേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകണ്ട കേട്ടോ. അപ്പോ എസി ആദ്യം പേൾ മാമിനും അവരവിടെ എല്ലാവരും ഇരിക്കണ്ട, അവർക്ക് കൊണ്ടു കൊടുത്തിട്ട് പോയോ? ഓക്കെ, കൊടുത്തിട്ട് പോയോ? എസി നടന്ന കേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ട കേട്ടോ, ഫ്ലൈറ്റ് മുഴുവൻ. എന്താ ഞോഞ്ഞി റെസ്റ്റ് ചെയ്തോ? ഞോനിക്ക് ദേഹം അനങ്ങാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ബാക്കിലെ ആന്റിക്ക് കൊടുക്ക. കേക്ക് കൊടുത്തതാ അവര് ഫ്ലൈറ്റിന്റെ ഒരു തെറ്റത്ത് എത്തിയിട്ടാ. ആ കേക്ക് വെച്ചിട്ട് എല്ലാവർക്കും തേക്കിയാണാവോ? അതൊരു സംശയമാണ്. എന്തായാലും മുക്കാഭാഗം എത്തിയിട്ടുണ്ട്. എന്തായി? ഫ്ലൈറ്റിലുള്ള എല്ലാവരുടെയും ആശീർവാദം അനുഗ്രഹവും മേടിച്ചിട്ട് തിരിച്ചെത്തിയിരിക്കാണ്. എല്ലാവർക്കും കൊടുത്തോ? എല്ലാവർക്കും തികഞ്ഞാ? എസിക്ക് ഗിഫ്റ്റും കിട്ടിയല്ലോ. ആരെ ഗിഫ്റ്റ് ഒക്കെ വന്ന്? ഹാപ്പി എസി? ഒരു ഫ്ലൈറ്റ് മുഴുവൻ ബ്ലെസ്സിങ്സ്. ഓക്കെ, അല്ല ഇതിനകത്ത് ചിലര് മലയാളികളും ഉണ്ട്, നമുക്കറിയത്തില്ലല്ലോ. രണ്ടുപേരും ചോക്ലേറ്റ് മലയാളികളാ? ചോക്ലേറ്റ് മലയാളികള് കുറെ പ്രായമായി, അവർക്ക് കഴിക്കാൻ പറ്റത്തില്ല.
അവര് കെട്ടിപ്പിടിച്ച തലയില് ഏതൊരാൾ തലയെ കൈ വെച്ച് കുറെ പേര് കുരിശ വരച്ച് നോക്കടേ പ്രായമായ അമ്മച്ചി കുറെ പേര് എസിക്ക് കേക്ക് കൊടുത്തു അല്ലേ? എസിക്ക് കുറെ പേര് അവർക്ക് കഴിക്കാത്ത കാരണം കഴിക്കാത്ത നിർത്തിട്ട് എസിക്ക് വായി വെച്ചു കൊടുത്തു. ഹാപ്പിയാടാ താൻ നോക്കടാ സ്ക്രാച്ച് നോക്ക്. ഗോവയുടെ ഏതോ ഒരു ഇടുക്കിൽ കൂടെ മലയിടുക്കിൽ കൂടെ നമ്മൾ പറന്നുകൊണ്ടിരിക്കട്ടോ. കണ്ടല്ലേ, ഇതൊരു കാട്, അവിടെ എന്തൊക്കെയോ തോടൊക്കെ കാണാം നമുക്ക് നേരെ മുമ്പില്. അടിപൊളി വ്യൂ ആട്ടാ, സൂപ്പർ വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പർ വ്യൂ ആണ്. തകർത്തു. നമ്മള് ലാൻഡിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഏതാനും സമയത്തിന്റെ ഉള്ളിൽ നമ്മൾ ലാൻഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഡിസെൻഡ് ചെയ്തോണ്ടിരിക്കട്ടോ. നമ്മൾ എയർപോർട്ടിലെത്തി. അതാ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, കുത്തിയിട്ടില്ല. അതാ നമ്മൾ ടച്ച് ഡൗൺ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഗോവയുടെ മണ്ണിൽ, ഇന്ത്യയുടെ മണ്ണിൽ കാല് കുത്തിയിരിക്കുകയാണ്. ഞാൻ റീലൊക്കെ വന്നിട്ടുണ്ടാവല്ലോ. ഞാൻ ഭയങ്കര റീൽ എടുക്കലായിരുന്നു കേട്ടോ, ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വിജയകരമായി ഗോവയുടെ മണ്ണിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നല്ല അടിപൊളി ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ, അല്ലേ? ഒരു അതെ, ഞാൻ ഒരുപാട് ക്ലൗഡ്സിനുണ്ട്. മഴയല്ലേ ഗോവയില്, അത് കാരണം ഒരുപാട് ക്ലൗഡ്സ് ഉണ്ടായിരുന്നു. എൻജോയ്ഡ്? അച്ചു എൻജോയ് ചെയ്തോ? അതെ, അച്ചു എൻജോയ് ചെയ്തു. എല്ലാരും ഫ്ലൈറ്റ് എൻജോയ് ചെയ്തു. ഏതാ സൗണ്ട് ഇട്ടാക്കിട്ട്? അതെ, AC കൂടുതൽ എൻജോയ് ചെയ്തു ഫ്ലൈറ്റില്. ഇങ്ങോട്ട് നോക്കടോ. ഏതാ? അതെ, AC-യുടെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് നല്ലതായിരുന്നു, പെട്ടെന്ന് എത്തും ചെയ്തു. 3 മണിക്കൂർ പോയത് അറിഞ്ഞിട്ടില്ല അല്ലേ? അതെ അതെ, പെട്ടെന്ന് പോയി. അങ്ങനെ അപ്പോൾ ഇനി പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കട്ടെ ഫ്ലൈറ്റിൽ നിന്ന്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഗോവ എയർപോർട്ട്, ഗോവ മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഒരു ഫസ്റ്റ് ലുക്ക്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യണത്. അവിടെ നമുക്ക് കുറച്ച് ഫ്ലൈറ്റുകളൊക്കെ കിടക്കുന്നത് കാണാം. ഒരു എയർ അറേബ്യ ഒക്കെ വന്ന് കിടക്കുന്നുണ്ട്. സാധാരണ നമ്മളെപ്പോഴും അവസാനമല്ല ഇറങ്ങാറ്. ഇന്ന് നമ്മളെ ഏറ്റവും മുന്നിലായിരുന്നു. നമ്മൾ ആദ്യം തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചു കേട്ടോ, ഇല്ലെങ്കിൽ എല്ലാവരും ഇറക്കി വിട്ട് നമ്മൾ ഏറ്റവും അവസാനം ഇറങ്ങാറ്. കണ്ടില്ലേ, ബിസിനസ് ക്ലാസ് കാലിയാക്കിയാൽ നമുക്കടുത്ത് ഇറങ്ങാം. താങ്ക് യു വെരി മച്ച്. See you. അങ്ങനെ അതാ നമ്മൾ ആദ്യം തന്നെ ഇറങ്ങി. വേഗം വാ. ഇതാട്ടാ നമ്മൾ വന്ന ഫ്ലൈറ്റ്. അപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു എയർ അറേബ്യ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഗോവ എയർപോർട്ട്. എനിക്ക് തോന്നുന്നത് പുതിയ എയർപോർട്ടാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഇത് പുതിയ എയർപോർട്ടാന്ന് തോന്നുന്നു. 1 വർഷമായിട്ടുള്ളൂ തോന്നുന്നു ഇത്. അല്ലല്ല, ആദ്യം വേറെ എന്തോ പേരായിരുന്നില്ലേ? ഈ എയർ അറേബ്യ ഇപ്പൊ വന്ന് ലാൻഡ് ചെയ്തിട്ടുള്ളോ? കണ്ടോ, അതിലെ ആൾക്കാരെന്താ പോയിക്കൊണ്ടിരിക്കണോ? ഇമിഗ്രേഷനിൽ തിരക്കുണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മളുടെ ഇമിഗ്രേഷനും പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മളിനി ബാഗ് എടുക്കാൻ നടക്കുകയാണ്. കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല, എല്ലാം വളരെ സ്മൂത്ത് ആയിരുന്നു. ഇത് കൊച്ചിയുടെ ഒക്കെ പോലെ തന്നെ അല്ലേ? ചെറിയ എയർപോർട്ടാണ്. ഫസ്റ്റ് ഫ്ലോറിലെ ഇമിഗ്രേഷൻ, അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് ഇറങ്ങിപ്പോയി ബാഗേജ് കളക്ട് ചെയ്യാം. എല്ലാം കിട്ടിയില്ലേ? എണ്ണൊക്കെ അല്ലേ കറക്റ്റ്? അതെ, 3 പെട്ടി നമുക്ക് കിട്ടിയിട്ടാ. അതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഗോവ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ എന്താ പറയാ, അറൈവലിന്റെ ഒരു ഏരിയ. അതാ ചെറിയൊരു എയർപോർട്ടാണ്. എനിക്ക് തോന്നണ 1 2 3 4 ബെൽറ്റ് ഏരിയ ഉണ്ട്. കണ്ടല്ലേ, ഇവിടെ നോട്ടിട്ട് ഇതാ ഇതുവരെ. പിന്നെ ഇവിടെ ഒരു ചെറിയ ഡ്യൂട്ടി പെയ്ഡൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. പിന്നെ ഈ ഭാഗത്ത് നമുക്ക് ഡ്യൂട്ടി പെയ്ഡും സംഭവങ്ങളൊക്കെ കാണാട്ടാ. എല്ലാം ഈ കള്ള് തന്നെ, വേറെ ബേസിക്കലി ഒന്നുമില്ല. കണ്ടില്ലേ, കള്ളുകൾ മാത്രം. അടുത്ത നമുക്ക് ഇനി പുറത്ത് കിടക്കാം അല്ലേ? വേറെ പരിപാടി ഒന്നും ഇല്ലല്ലോ, പുറത്ത് കിടക്കല്ലേ? ഇനി എന്താ? ഒന്നുമില്ലല്ലോ, അതല്ല ഞാനും പറഞ്ഞേ. ചെറുതാണ്, ഒന്നുമില്ല. പിള്ളേർക്കാണെങ്കിൽ ഒന്നുമില്ല. പ്രത്യേകിച്ച് ഒന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പൊ എന്താ ഉണ്ടാവണ്ട്? കാർ ഏതാ പോവാന്ന് നമുക്ക് പുറത്തിറങ്ങിയിട്ട് നോക്കാം. എനിക്കറിയില്ല. നോക്കാം നമുക്ക്. സുസുക്കിയാ നോക്കാം.
പുറത്ത് കിടന്നാൽ നമുക്കിവിടെ ഒരുപാട് ടാക്സികളുടെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഗവൺമെന്റ് ടാക്സി, പ്രീപെയ്ഡ് ടാക്സി, പ്രൈവറ്റ് ടാക്സി, അങ്ങനെ ഇഷ്ടംമാതിരി ഓപ്ഷനുകളുണ്ട്. പക്ഷെ നമ്മള് കാസിനോയുടെ വരെ കൗണ്ടർ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഒരുപാട് കാസിനോകളുടെ വരെ കൗണ്ടർ ഉണ്ട്. എന്താണെങ്കിലും നമ്മൾ വണ്ടി ഓൾറെഡി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി പുറത്തുണ്ടാവുന്നതാണ് നമ്മളൊരു വിശ്വാസത്തിൽ ഇതാ നമ്മൾ ഗോവ എയർപോർട്ടിൽ നിന്ന് പുറത്ത് കിടക്കുകയാണ്. കിടന്നോളൂ. അതെ, ഗോവയിലേക്ക് കാല് കുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഗോവയുടെ കാറ്റടിച്ചിരിക്കുകയാണ്. നമ്മൾ ഗോവയുടെ മണ്ണിൽ നമ്മൾ കാൽ കുത്തിയിരിക്കുന്നു. ഇനി നമ്മൾക്ക് നമ്മുടെ വണ്ടി ഒന്ന് അന്വേഷിക്കണം, അത് കണ്ടുപിടിച്ചിട്ട് വരാം. അപ്പൊ ഞാൻ അടുത്ത 7 ദിവസത്തേക്കുള്ള നമ്മുടെ സാരഥിയാണ് കേട്ടത്. ഇതാണ് നമ്മുടെ ഗോവയിലെ സാരഥി. ഈ വണ്ടിയിലാണ് നമ്മുടെ കറക്കം. ഈ വണ്ടി നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ കിട്ടി, എത്ര രൂപയ്ക്ക് കിട്ടി എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. വ്ളോഗിന്റെ താഴെ ഞാൻ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. ഓൾ സെറ്റ്. അപ്പോൾ നമുക്ക് ഗോവ യാത്ര ഇവിടെ ആരംഭിക്കാം. എന്ത് ഗസ്? ഓക്കെ എന്തടോ കേക്ക് പോയോടുകൂടിയിട്ട് എസിക്ക് നിരാശനായല്ലോ. ചൂടിടെ എസി ഇടാം, വെയിറ്റ് ചെയ്യേ. ഈ യമകണ്ഠൻ ബ്രിഡ്ജ് ഒക്കെ ഉണ്ടല്ലോ, കണ്ടോ, ഒരു ഗംഭീര ബ്രിഡ്ജ്. സൂം ചെയ്ത് കഴിഞ്ഞ കണ്ടോ ബ്രിഡ്ജ്? സൂം ചെയ്ത് ഒന്ന് കാണിച്ചു കൊടുക്കും ആൾക്കാർക്ക്. അതല്ലടി ബ്രിഡ്ജ്. അതെ, ഒരു യമകണ്ഠൻ അല്ല, നമ്മളിപ്പോ അതിന്റെ മുകളിലേക്ക് കേറുന്നു തോന്നുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ ഗോവ ഹൈവേയിൽ കൂടെ ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുമ്പിൽ തന്നെ ഏതൊരു യമകണ്ഠൻ ഭീകര പാലൊക്കെയാണ് കാണുന്നത്. എന്താണെങ്കിലും നമ്മുടെ ഹോട്ടലിന്റെ അവിടെ വരെ എത്താൻ ഇനിയൊരു 40 മിനിറ്റ് എടുക്കും. അപ്പോൾ ഈ വ്ളോഗ് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി വലിച്ചു നീട്ടുന്നില്ല ഈ വ്ളോഗ്. അപ്പൊ ഇനി കിടിലൻ ഗോവൻ വ്ളോഗായിട്ട് പെട്ടെന്ന് തന്നെ വരാട്ടാ. അതുവരെ എല്ലാവർക്കും ബൈ. ഇറങ്ങിയോ? തുറക്ക ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ലായിരിക്കും. നമ്മളെ വീഡിയോയുടെ ഔട്ട്രോ ഒക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് നിർത്തിയതാട്ടാ. പക്ഷെ പോണ വഴിക്കുണ്ടല്ലോ, നോക്കിയ പുറത്തേക്ക് ഗംഭീരം മഴ അടിച്ച് തകർത്തോണ്ടിരിക്കുകയാണ് മഴ. അതും കൂടി ഒന്ന് കാണിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. കണ്ടാ, ഒരു രക്ഷയിലടാ. ഭീകര മഴ എന്ന് പറഞ്ഞാൽ ഭീകര മഴയാണ് അല്ലേ, നല്ല മഴയുണ്ട്. അപ്പോൾ നമ്മൾ നമ്മളെ ഗോവ മഴ കൊണ്ട് വരവേറ്റിരിക്കുകയാണ്. എന്താണെങ്കിലും അത് സംഭവം തകർത്തു. അങ്ങനെ അപ്പോൾ ഇനി പുതിയൊരു വ്ളോഗായിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബൈ.